എന്നാ പണി വെച്ചിരിക്ക് കണ്ണൻ ചേട്ടാ. സൂപ്പർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോളനിയിൽ പ്രകൃതി ചികിത്സാലയത്തിലാണ്. അപ്പോൾ അടുത്ത മാസം നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്നാണ് ഓണം ആഘോഷിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപോകും. ഇന്ന് നമ്മുടെ ജിജി അങ്കിൾ ഇത് ഇതൊക്കെ നമ്മുടെ ജനാരോഗ്യ പ്രശ്നത്തിലെ പ്രവർത്തകരാണ്. എല്ലാ മാസം നിങ്ങളെല്ലാവരും കൂടിയിട്ട് പോലെ ഭക്ഷണം പാകം ചെയ്യുന്നൊരു കാര്യം ഉണ്ടാകും. ഇന്ന് പിന്നെ ഓണത്തിൻ്റെ ഭക്ഷണത്തിലൂടെ എല്ലാം നേരത്തെ ഒന്നുമില്ല, കുറച്ചധികം കറികളും ഒക്കെ ആയിട്ട് ഇന്നത്തെ അടിപൊളിയാണ്. അതൊന്ന് കൂടുതൽ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് കാണാം. സാമ്പാർ ഉണ്ടാക്കുന്നത് പരിപ്പ് കായം ഒന്നും ചേർക്കാണ്ട് സാമ്പാർ, പിന്നെ മോര് ഒന്നും ചേർത്ത മോരുകറി അല്ല കാളുണ്ടാക്കുന്നത്, പിന്നെ അവിയൽ, അതിന് നമ്മൾ ഉള്ളി അങ്ങനൊന്നും ഇടില്ല, അങ്ങനത്തെ അവിയൽ, പിന്നെ തോരൻ, കേബേജ്, കുഴപ്പമാണ് ഇരിക്കുന്നത് കിച്ചണിൽ. പായസം ഉണ്ടാക്കി കൊണ്ടുവന്നുണ്ട്, നെല്ലിക്ക അച്ചാറ്, അച്ചാറിന് മുളകൊന്നും ഇല്ലാത്ത കളറുള്ള അച്ചാർ, കായം, ബീറ്റ്റൂട്ട്, എണ്ണയില്ല, പിന്നെ നമ്മൾ ചമ്മന്തി, മാങ്ങ ചമ്മന്തി, സലാഡ്, പിന്നെ പായസം നമ്മൾ മത്തങ്ങ പായസമാണ് ഓൾറെഡി ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾ ഓണം നേരത്തെ ആഘോഷിക്കുന്നു. അടുത്ത മാസം ഓണം ആഘോഷിക്കാൻ സാമ്പാറിൽ വെണ്ടക്കായ, മുരിങ്ങക്കായ, കായ, ചേന, മത്തങ്ങ എന്നിവ കൊണ്ടാണ്. അപ്പോൾ നമ്മളാദ്യം വെണ്ടക്കായ അരിയും, ബാക്കി കൊത്തമ്പർ കൂടി നമ്മൾ സാമ്പാറിൽ കൊടുക്കാം. പ്രകൃതി ഓണസദ്യയാണ്. സാധാരണ മറ്റു ഓണസദ്യ പോലത്തെ അല്ല കേട്ടോ, പ്രകൃതിപരമായിട്ട്, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഹെൽത്തിയാണ്. സാമ്പാറിനുള്ള തയ്യാറാക്കുകയാണ്. സാമ്പാറിൽ നമ്മൾ മെയിനായിട്ടുള്ള ഭക്ഷണം തക്കാളി, അരി, പിന്നെ മത്തൻകായ, മൂന്നായിക്കോടെ നമ്മൾ ഉപ്പത് ചേർത്ത് കുക്കറിൽ വേവിക്കാൻ പോകുന്നത്. അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കണതില്ലേ? മല്ലി, സാമ്പാറിലേക്കും കാളനിക്കുള്ള കായ കഷ്ണം മരിഞ്ഞുകൊണ്ടിരിക്കും. ഞാനും ജീസാറും കൂടിയിട്ടിട്ട സാമ്പാറിലേക്ക് കുമ്പളങ്ങ നോക്കുക. ഇത് കുറച്ച് കഷ്ണങ്ങൾ അവിയലിക്കാണ്. മുരിങ്ങക്കായ, ഈ കൊത്തമര, കുറച്ച് പകരം മാങ്ങ, ഇതൊക്കെ അവിയലിക്കലാണ്. അത് കഴിഞ്ഞ പിന്നെ ചമ്മന്തി, അത് കഴിഞ്ഞ സാലഡ്. അപ്പൊ ഇന്ന് ഓണാഘോഷിക്കുന്ന കാരണം വിഭവസമൃദ്ധമാണ്. അപ്പൊ അതിന്റെ കൂടെ പായസം കൂടി ഉണ്ട്, മത്തങ്ങ പായസം. അത് കഴിച്ചാൽ രുചി പറയും. ഈ വർഷത്തെ ഓണാഘോഷം ഈ മാസം 7-ാം തീയതി ആഘോഷം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്ന് നമ്മൾ തെരഞ്ഞെടുത്തു. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ട്. കാരണം ഓണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് 7-ാം തീയതി ആളുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ അതിന്റെ ഭാഗമായിട്ടുള്ള കാളൻ വെക്കാനായിട്ടാണ്. മോരില്ലാതെ കാളൻ എങ്ങനെ വെക്കാന്നുള്ളതാണ് ഇന്ന് നമുക്ക് കാണാം. ഇതിൽ കാണാം. സാധാരണ കാളത്തിൽ മോര് ഒഴിച്ചുകൂടാത്ത വിഭവമാണല്ലോ. പക്ഷെ നമുക്ക് മോരില്ലാണ്ടും തന്നെ കാളം വെക്കാൻ പറ്റും. ഇത് നമ്മൾ ചെറുനാരങ്ങയാണ് ചേർക്കാൻ പുളിക്ക് വേണ്ടിയിട്ട്. അത് നമുക്ക് സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റും. ചേന അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഓണത്തിന്റെ സ്പെഷ്യൽ ആശംസകൾ ആദ്യം ചെയ്തു. നമ്മള് ചോറിന് കണ്ട ചുവപ്പ് അരിയാണ് ഇട്ടോണ്ട് കണ്ട. ഈ നവരരിയുടെ കണ്ട നവരരി അതൊന്ന് പൊടിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം അരിയാണെന്ന് വെക്കുന്നത്.
വേഗട്ടെ ഇതിപ്പോ അരി അടുപ്പത്തിട്ടുള്ളൂ. മുളക്, തക്കാളി തക്കാളി ഇതെല്ലാം കൂടി മഞ്ഞപ്പൊടി, ഉപ്പ് ഉപയോഗിച്ച് കുക്കറിൽ ഒഴിച്ച് സാമ്പാറിൻ്റെ ബാക്കി അടുത്ത കൂട്ടാണ് കുമ്പളങ്ങ, മുരിങ്ങക്കായ, കടലക്കായ ഇത് നമ്മൾ സാധാ പോലെ കഴിക്കുകയാണല്ലേ? വെച്ച് ആ കുക്കറിൽ വെച്ച സാധനം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത് വെന്ത ശേഷം കുക്കറിൽ വെച്ച സാധനം എല്ലാം കൂടി മിക്സ് ചെയ്യും. സാമ്പാറിനുള്ള വെണ്ടക്കായാണ്. ഒരു വെണ്ടക്കായ ഓക്കെ. നമ്മൾ മത്തനും തക്കാളിയും പച്ചമുളകും കൂടി കുക്കറിൽ വെച്ചാണ് അത് വേവ് കറക്റ്റായിട്ടുണ്ട്. മത്തനും വാഴക്കായും അല്ല പച്ചമുളകും നമ്മൾ മറ്റു കഷ്ണത്തിലേക്ക് സാമ്പാറിൻ്റെ മറ്റു കഷ്ണങ്ങളിലേക്ക് ഒരുമിച്ച് ചേർക്കുന്നു. അതൊന്ന് ചെറുതായിട്ട് ഉടച്ചിട്ടുണ്ട് അല്ലേ? എന്തിനാണ് നമുക്ക് സാമ്പാറിൻ്റെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെക്കാനായിട്ട് ചേന നോക്കി നമ്മൾ അതിന് കായ ഇട്ടു, ഇനി അതിലേക്ക് ഉപ്പ് ഇടുക, മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കുക. സാമ്പാറിലേക്ക് കുറച്ച് കൊത്തമരിയും കുറച്ച് ചേനയുടെ കഷ്ണങ്ങളും ബാക്കി കഷ്ണത്തിൽ ഇട്ടുണ്ട്. വേവ് ആയിട്ടില്ല, കുറച്ച് സമയം എടുക്കും. ഇതിന് മുരിങ്ങക്കായ വെന്തുണ്ട്, പിന്നെ കുമ്പളങ്ങ ഒന്നും വെന്തില്ല, കുറച്ചുകൂടി ഒന്ന് വേവാണ്ട് ഒന്നുകൂടി കിടക്കട്ടെ. സാമ്പാറിൽ ഇത്തിരി കൊഴുപ്പ് കുറവാണ്, അപ്പൊ കുറച്ച് മത്തങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ചുകൂടി മത്തങ്ങ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നാളികേരവും ജീരകവും പച്ചമുളകും കൂടി ചേർത്തിൻ്റെ ഇത് നമ്മൾ ഇതിന് പുളി കിട്ടാൻ വേണ്ടി നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നു. ചോറ് വെച്ച് ചോറ് വെച്ച് അത് മുറിക്കാണ്. നന്നായി മുറിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിയുള്ളൂ. അതിൻ്റെ അടിയിൽ പിടിച്ച് കൂടുതലുള്ള അരിയാണ്. അതേ കണ്ണാട്ടം കട്ടിൽ കുത്തിയിട്ട് വേവായി എല്ലാത്തിനും നമ്മൾ വെണ്ടയ്ക്ക ചേർക്കുകയാണ്. നേരിട്ട് പച്ചക്കയൊക്കെ ചേർക്കുന്നു. നെല്ലിക്ക അച്ചാറ് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നെല്ലിക്ക അതിൽ ഫുള്ള് ഇടുക, പിന്നെ ഉപ്പ് ഇടുക. വരയൊന്നും വേണ്ട, ഇത് അങ്ങനെ ഇട്ട് കുറച്ച് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതി. ക്യാരറ്റ് അവിയലിന് അരിയണോ? ഇത് മത്തങ്ങ അവിയലിനുള്ളതാണ്. ചെത്തി കഴിഞ്ഞ് കഴുകിയ ഇട്ട് ഇതിൻ്റെ ഒപ്പം ഒരുമിച്ച് എന്താണ് എക്സ്പെക്ട് ചെയ്യണത്? നന്നാവുന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഭക്ഷണം, അപ്പൊ പിന്നെ അതിൽ സംശയമില്ല. നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ഇടുന്നു. അടുത്ത കടുക് ഇട്ടു, കടുക് പൊട്ടി Thank you.
ഏലം കുറച്ച് വെച്ചിട്ടുണ്ട്. തൈ ചേർത്ത് അടുത്ത് നമ്മൾ അരപ്പ് ഒഴിക്കാൻ പോവാണല്ലേ? പിന്നെ ഞാൻ കഴിഞ്ഞ് ബാക്കി നാളികേരം അരച്ച് വെച്ചിട്ട് നാളികേരവും പച്ചമുളകും പച്ചമുളകും ജീരകം. ജീരകം നമ്മൾ കായും ചേനയും വേവിച്ചത് ചേർത്തു. അതിനുശേഷം നമ്മൾ നാളികേരം തയ്യാറാക്കിയത് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കറുവപ്പല്ലി ചേർത്തിൻ്റെ പിന്നെ നമ്മൾ ഇത് ചേർന്നാൽ കുടിക്കുള്ള ചെറുനാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കാളം റെഡിയാവും. ചെറുനാരങ്ങ ഒഴിക്കുന്നു. ഇടയ്ക്ക് സെറ്റായി കഴിഞ്ഞാൽ കാളം റെഡിയായി. പിന്നെ നമ്മൾ തയ്യാറാക്കിയത് ഉള്ളിൽ ലേശം കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഉപ്പ് കഴിയുമ്പോഴും അങ്ങനെ നമുക്ക് മോരില്ലാണ്ട് കാള ഉണ്ടാക്കാം. കാളൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാള ഉണ്ടാക്കാം. എന്നാ പണി വെച്ചിരിക്ക് കണ്ണൻ ചേട്ടാ. ഇവളും പ്രമാദമായി പണി വെച്ചിരിക്കല്ലേ? ഞാൻ മുതൽ പാട്ടിയാ ഇല്ലപ്പാ കാളൻ நல்லா இருக்கு நல்லா இருக்கு ரொம்ப நல்லா இருக்கு. Thank you. ചേന, മുരിങ്ങക്കായ, ക്യാരറ്റ് ഇത്രയും ഐറ്റമാണ്. ഈ 4 ഐറ്റമാണ് ചേർത്തിരിക്കുന്നത്. അടുപ്പ് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പ് ചെമ്പിൽ സാധനം ചേർത്ത് വെള്ളം ഒഴിക്കുന്നു. അല്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. മാറിപ്പോയതാണ്, മഞ്ഞളാണ്. സാമ്പാറിലേക്ക് നാളികേരം വറുക്കും. മല്ലി പുളിവി നാളികേരം വറുക്കും. നമ്മളിതിൽ അവിയലില് നമ്മൾ കൊത്തമര ഇട്ടുണ്ടായിരുന്നത് കൊത്തമര ഇത് തിളച്ചിട്ടുള്ളൂ കേട്ടോ. അവിയൽ കഷ്ണം വേണ്ട ഇട്ടും തിളച്ച് ഇനി ഒന്നുകൂടി വേവാണ്ട്. എന്നിട്ട് നമുക്കൊരു തക്കാളി ചേർക്കണം. നാളികേരം ജീരകം പച്ചമുളക് കൂടി അരച്ചിട്ടും ചേർക്കണം. ഇതെന്തിനാ? ലക്ഷ്മിക്കുട്ടി കൊപ്പറയും നമ്മുടെ കാബേജും കൂടിയിട്ടാണ് നമ്മുടെ തോരൻ. സാധാരണ തോരന് സദ്യകളിലൊക്കെ കാബേജാണ് ഉപയോഗിക്കുക. അപ്പോൾ നല്ല വില മതിക്കുന്ന ഔഷധ ഗുണമുള്ള ഈ കൊപ്പറേനെ ആരും ഉപയോഗിക്കാണ്ട് ഇടാണ്, തള്ളിക്കളയാണ്. അപ്പോൾ അതിന് വലിയൊരു സാധ്യതയാണ് തോരൻ്റെ കറികളിലുള്ളത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ രുചി നമുക്ക് തിരിച്ചറിയാം. ഇത് കാബേജ് അരിനെ പോലെ തന്നെ നൈസായിട്ട് കൃത്യമായിട്ട് അരിഞ്ഞെടുക്കുക. എന്നിട്ട് രണ്ടും വേവിച്ച് വെള്ളമില്ലാതെ വേവിച്ച് ചേരുവകൾ ചേർത്തെടുക്കുക. എന്താ പുട്ട്? ഇത് തുലുപൊടി. പോരാ ലേശം പച്ചമുളക് കൂടെ ചേർത്തിട്ട് അവസാനമായി നാളികേരം ചേർത്തു. നാളികേരം എന്തൊക്കെ ചേർത്തോണ? നാളികേരത്തിൽ ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി. അവിയല് റെഡിയായിട്ടുണ്ട്. നമ്മുടെ അവിയല് അല്ലേറിട്ടെല്ലാം സാമ്പാറൊന്നും പറയാൻ പറ്റില്ല. വാഴച്ചുണ്ടാണ്. വാഴച്ചുണ്ട് വാടിപ്പോയി. ഇതൊന്ന് ചൂടായി ക്യാബേജ് ആയിട്ടുണ്ട്. അതിലേക്ക് ചേർക്കും.
നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് കൊത്തിയിട്ട് വെള്ളം ഒഴിച്ചോ എന്നാ വെള്ളം നാളികേരം ചേർക്കുന്നു, വാഴച്ചുണ്ട്, ക്യാബേജ്, നാളികേരം, പിന്നെ ഉപ്പുമുളക്, തക്കാളി, ക്യാരറ്റ്, ഉള്ളിപ്പിണ്ടി ഇതെല്ലാം കൂടിയിട്ട് സലാഡാണ് ഉണ്ടാക്കുന്നത്. വയറ്റ് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. ഉണ്ണിപ്പിണ്ടി കണ്ടില്ലേ, ഇതാണ് ഉണ്ണിപ്പിണ്ടി. ഇതാണ് പച്ചക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ണിപ്പിണ്ടി. സൂപ്പാണ്. ഇത് നമ്മൾ തക്കാളി, മല്ലിയില, ഉപ്പ് ഇത്രയൊക്കെ ചേർത്തിട്ടുള്ളൂ. സാധാരണ നാച്ചുറൽ ഡ്രിങ്ക്സാണ്. എങ്ങനെയാണ് സദ്യയൊക്കെ അവിടെ? സൂപ്പർ. പായസമൊക്കെ ഇഷ്ടമായ? ഇതാ കൊക്ക് ബാക്കിൽ നിൽക്കണോ? ഇതാണ് ഞങ്ങളുടെ പ്രകൃതി കൊക്ക് ഷിജി. എല്ലാ മാസവും 7-ാം തീയതി തൃശ്ശൂർ കോടന്നൂര് നേച്ചർ ലൈഫിൽ സുന്ദരമായ പ്രകൃതി സദ്യ കിട്ടും. പ്രാവശ്യം ഓണസദ്യ കൂടിയാണെന്നുള്ള വിശേഷമാണ്. ഒരു ഐറ്റത്തിന്റെ കുറവുണ്ട്. രുചി കൊണ്ട് കഴിഞ്ഞു പോയി അല്ലേ? ഓക്കെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. സാധാരണ വെക്കുന്ന കറികളിൽ നിന്ന് വിഭിന്നമായ ഒരു പാചകമാണ് ഇത്. കണ്ട് എല്ലാവരും അതുപോലെ കറി വെച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.